ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ടാകും. എന്തായാലും ഇന്ന് തന്നെ ഈ പാർട്ട് എടുത്ത് തീർക്കാമെന്ന് കരുതി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. 2016 ഒക്ടോബർ 8 ഹിന്ദിയിലെ കളേഴ്സ് ടിവിയിൽ ആരംഭിച്ച പരമ്പരയാണ് നാഗിൻ 2. മലയാളികളായ നമ്മളെല്ലാവരും സൂര്യ ടിവിയിലൂടെ 2017 ജൂൺ 19 മുതൽ അതിൻ്റെ മലയാളം പതിപ്പായ നാഗകനിക 2 കണ്ടിട്ടുള്ളവരുമാണ്. മലയാളികൾക്ക് ഒരു സീരിയലിന് സീസൺ 2 വരുന്നു എന്നുള്ള ഒരു അറിവ് ലഭിക്കുന്നതും നാഗകനിക 2-ലൂടെയാണ്. ഇന്നത്തെ ദിവസം നാഗകന്യക 2-ന് 9 വയസ്സ് തികയാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാഗകനിക 2-വിൻ്റെ മുഴുവൻ കഥയും ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ്. നാഗകനിക 1-ന്റെ അവസാന എപ്പിസോഡിൽ നമ്മുടെ ശിഖയെയും അവന്തികയെയും ഒരു മതിലിനപ്പുറത്തേക്കാക്കി 25 വർഷം അവർക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത രീതിക്ക് തളയ്ക്കുകയാണ് ശിവന്യ. എന്നിട്ട് ശിവനെ ഛർദ്ദിക്കുകയാണ്. അപ്പോൾ ശിവനെ പ്രഗ്നന്റ് ആണെന്ന് ഋത്തിക്ക് മനസ്സിലാക്കുന്നു. അവരൊരു പുതിയ ജീവിതം തുടങ്ങുന്നു. എല്ലാ കൊലയാളികളെയും നമ്മുടെ ശിവന്യെ കൊന്നൊടുക്കുന്നു. അവിടെ വെച്ച് അവസാനിക്കുന്ന കഥ പിന്നീട് 3 മാസം കഴിഞ്ഞതായിട്ടാണ് നാഗകനിക 2-ൽ കാണിക്കുന്നത്. 3 മാസം കഴിയുമ്പോഴേക്കും അവരുടെ പിന്നിൽ ഒരുപാട് അപകടങ്ങൾ വീണ്ടും വന്നിരുന്നു. അങ്ങനെ കാട്ടിലൂടെ ഓടുന്ന നമ്മുടെ ശിവന്യ മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ശിവന്യെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ശിവന്യയ്ക്ക് അപ്പോൾ ലേബർ പെയിൻ തുടങ്ങുകയാണ്. അപ്പോൾ 3 മാസത്തിൽ ശിവനിക്ക് ലേബർ പെയിൻ. അങ്ങനെ ശിവനെ സംശയിക്കുകയാണ്. പക്ഷേ മെഡിക്കൽ സയൻസിന് പോലും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ശിവന്യ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവാണ്. അപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ശിവനെ ഋത്തിക്കിനോട് പറയുന്നുണ്ട്, ഋത്തിക്, നമ്മുടെ മകളും നാഗകനിക ആകുമോ? കാരണം നാഗങ്ങൾക്ക് 3 മാസമാണ് ജെസ്റ്റേഷൻ പീരീഡ്, അവരുടെ ആ ഒരു പ്രസവത്തിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞ്, ഞാനിപ്പോൾ 3-ാം മാസത്തിലാണല്ലോ പ്രസവിച്ചത്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് നാഗകനിക ആയിരിക്കും. അപ്പോൾ ഒരിക്കലുമില്ല, നീ ഇപ്പോൾ മനുഷ്യനല്ല, ഞാനുമായിട്ട് ഒത്തുചേർന്നതിന് ശേഷം നീ മനുഷ്യനാണ്, അതുകൊണ്ട് നമ്മുടെ മകളും മനുഷ്യനായിരിക്കും എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് 24 വർഷവും 11 മാസവും കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ശിവന്യയുടെ മകളുടെ പേര് ശിവാംഗി എന്നാണ്. ശിവന്യയും ശിവാംഗിയും അഭിനയിപ്പിക്കുന്നത് നമ്മുടെ മൗനി റോയിയാണ്. രണ്ടുപേരെയും അഭിനയിക്കുന്നത് ഒരാളാണ്. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു കാഴ്ചപ്പാട്, മകൾക്ക് മകളുടേതായ ഒരു ലുക്കുമാണ് ഈ ഒരു സീരിയലിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഋത്തിക്ക് 24 വർഷവും 11 മാസവും കഴിയുമ്പോൾ ഋത്തിക്കിൻ്റെ ഫോട്ടോയിൽ മാല ഇട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ശിവാംഗിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റിൽ നമ്മുടെ ഋത്തിക്ക് മരിച്ചു എന്ന് ഈ ഒരു സീരിയലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശിവന്യ ഭയങ്കര ടെൻഷനോടെയാണ് ജീവിക്കുന്നത്. കാരണം ഇനി 1 മാസത്തോടെ കഴിയുമ്പോൾ ശിവാംഗിക്ക് 25 വയസ്സാവും. ഒരു നാഗത്തിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ 25 വയസ്സ് അല്ലെങ്കിൽ 27 വയസ്സാകുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുക. ഇപ്പോൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ 25 വയസ്സാകുമ്പോൾ ആ ഒരു മകൾ നാഗകന്യകയാണോ അതോ മനുഷ്യനായിട്ട് ജീവിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇപ്പോൾ ആണാണെങ്കിൽ 27 വയസ്സാകുമ്പോൾ അത് നാഗമായിട്ട് ജീവിക്കുമോ അതോ മനുഷ്യനായിട്ട് ജീവിക്കുമോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ തൻ്റെ മകൾക്ക് ഇനി 1 മാസം കൂടിയേ ഉള്ളൂ, 25 വയസ്സാണ്. അപ്പം ശിവന്യക്ക് ഭയങ്കര സംശയമാണ്, തൻ്റെ മകൾ നാഗകന്യകയാകുമോ? അപ്പം നാഗലോകമായിട്ട് ബന്ധമുള്ള നമ്മുടെ ശിവനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരുപാട് ഉപദ്രവങ്ങൾ നാഗമാണിക്യം സംരക്ഷിക്കേണ്ടതായും ഒക്കെ വരും. അപ്പം മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ശിവനിക്ക് ഇഷ്ടം. അങ്ങനെ തൻ്റെ മകളെ നാഗകന്യക ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനുമായിട്ട് വിവാഹം കഴിപ്പിക്കണം. അപ്പം മനുഷ്യനായിട്ട് ഒത്തുചേർന്നാൽ പിന്നെ നാഗകന്യക ആകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശിവന്യ തൻ്റെ മകൾക്ക് ആലോചനകൾ ക്ഷണിക്കുകയാണ്. അങ്ങനെ വിവാഹം ഒരാളുമായിട്ട് ഉറപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ ശിവാംഗി ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയാണ്, റോക്കി. ഈ റോക്കിയുടെ വല്യമ്മ എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുന്നുണ്ട്. ഈ വല്യമ്മ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ശിവന്യ സീസൺ 1 കൊന്ന, ശിവന്യയുടെ അച്ഛനെയും അമ്മയും കൊന്നു കളഞ്ഞ യാമിനി, ശിവന്യയുടെ സ്വന്തം അമ്മായിയമ്മ. അതായത് ശിവാംഗി ഇപ്പോൾ പ്രണയിക്കുന്ന ഈ റോക്കി യഥാർത്ഥത്തിൽ എന്താണ്, ഈ ശിവാംഗിയുടെ അമ്മയുടെ അമ്മായിയമ്മയുടെ ചെറുമകനാണ്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ ശിവന്യ അറിയുന്നില്ല. അപ്പോൾ യാമിനി എങ്ങനെ തിരിച്ചു വന്നു നമുക്ക് എല്ലാവർക്കും സംശയം കാണും. ഈ അവന്തിക, അതായത് സീസൺ 1 നമ്മുടെ ഒരു തേനീച്ചകളുടെ റാണി, പാലയോട് വംശത്തിന്റെ റാണി അവന്തികയെ കാണിക്കുന്നുണ്ട്. ഈ അവന്തികയും ശിഖയും കൂടിയാണ് മതിലിനപ്പുറത്തേക്ക് നമ്മുടെ ശിവന്യെ തള്ളിയിട്ട് 25 വർഷത്തേക്ക് തളച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവന്തികയാണ് നമ്മുടെ യാമിനിക്ക് വീണ്ടും പുതുജീവൻ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 25 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ശിഖയും അവന്തികയൊക്കെ പുറത്തു വരും. ഈ ഒരു മതിൽ തകർത്ത് പുറത്തു വരും. അപ്പം ഇപ്പോൾ 24 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പീരീഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ശിഖ മതിൽ തകർത്ത് അവന്തികയും കൂട്ടി പുറത്തു വരികയാണ്. ഇവരുടെ 3 പേരുടെയും ലക്ഷ്യം എന്താണ്, നാഗമാണിക്യം സ്വന്തമാക്കണം, നാഗമാണിക്യത്തിന് വീണ്ടും കൈക്കലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ യാമിനിക്ക് പുതുജീവനൊക്കെ നൽകിയാണ് യാമിനി പുതിയ കള്ള ഫാമിലിയായിട്ട് നമ്മുടെ റോക്കിയുടെ കൂടെ വന്നിരിക്കുന്നത്. ഇതിനിടെ വെച്ച് നമ്മുടെ യാമിനി ശിവാംഗിയെ കാണുകയും, ശിവാംഗി സൂര്യവംശത്തിന്റെ അടയാളമാണെന്ന് യാമിനിക്ക് അറിയാലോ. അപ്പോൾ ശിവാംഗി തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ നാഗമാണിക്യം ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് എടുക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ, നമ്മുടെ ശിവാംഗിക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ശിവാംഗി സൂര്യവംശത്തിന്റെ അടയാളത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ശിവാംഗിയെ തൻ്റെ കുടുംബത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകൻ റോക്കിയായിട്ട് നേരത്തെ ആ ഒരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു ശിവാംഗിക്ക്. അതെല്ലാം മുടക്കിയിട്ട് തൻ്റെ മകനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് നമ്മുടെ യാമിനി. ഇതേസമയം ശിവൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹം വരെ എത്തുകയാണ് കാര്യങ്ങൾ. വിവാഹം വരെ എത്തുമ്പോഴേക്കും നമ്മുടെ ശിഖയ്ക്ക് ഇത് കഴിഞ്ഞ സീസണിൽ ഋത്തിക്കിന് ഇഷ്ടമുള്ള പോലെ ഈ സീസണിൽ റോക്കിയാണ് ഇഷ്ടം. അപ്പോൾ ശിഖയ്ക്ക് നാഗമാണിക്യമല്ല പ്രധാനം,
ഷിഗയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ശിവാംഗിയെ കൊല്ലണം. ഷിഗയും കാണുന്നുണ്ട് ശിവാംഗി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷേ ശിവാംഗിക്ക് തൻ്റെ അമ്മയുടെ സത്യങ്ങളൊന്നും തന്നെ അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, വിവാഹം നടക്കുന്ന ആ ഒരു എപ്പിസോഡിൽ വെച്ചിട്ട് നമ്മുടെ 8 കൊലയാളികളെ ചേർന്നിട്ട് ശിവന്യയെ കൊല്ലുകയാണ്. നമ്മുടെ യാമിനി, ശിഖ, അവന്തിക, അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് കൊല്ലുന്നു. അപ്പം നിരവധി നാടകങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുവാണ്. അപ്പം നാടകത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റോക്കി ആ ഒരു മണ്ഡപത്തിൽ റോക്കിയുടെ വേഷം ധരിച്ചിട്ട്, കല്യാണ ചെറുക്കൻ്റെ വേഷം ധരിച്ചിട്ട് ഒരാൾ വന്ന് നമ്മുടെ ശിവന്യയെ കൊല്ലുന്നുണ്ട്. വയറിൽ കത്തി കുത്തി കയറ്റി കൊല്ലുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവന്യ മരിക്കുന്നുണ്ട്. അങ്ങനെ ശിവാംഗി അപ്പോഴാണ് ഒരു ഗുരുദേവൻ പറയുന്നത്, നിന്റെ അമ്മ നാഗകന്യകയായിരുന്നു, നിന്റെ ഭർത്താവും കൂടി ചേർന്നാണ് കൊന്നത്, നിന്റെ അമ്മയുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ കൊലയാളികളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ശിവാംഗി അമ്മയുടെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് 8 കൊലയാളികളെ കാണുന്നത്. അതിനകത്ത് ഒരാളിങ്ങനെ മൂടുപടം ഇട്ട് നിൽക്കുന്ന കല്യാണപ്പയ്യൻ. അപ്പം നമ്മുടെ ശിവാംഗി തെറ്റിദ്ധരിക്കുന്നത് റോക്കിയാണെന്നുള്ള കാര്യം. അങ്ങനെയാണ് നമ്മുടെ ശിവാംഗി തൻ്റെ അമ്മയുടെ സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതും അതിനുശേഷം തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും, പക്ഷെ താൻ മനുഷ്യനാണല്ലോ, താൻ എങ്ങനെ ഇനിയിപ്പോൾ നാഗകന്യക ആവുന്നുള്ള വഴിയൊക്കെ തിരക്കി താണ്ഡവമൊക്കെ ആടി ശിവനെ തൃപ്തിപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ ശിവന്റെ വരദാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശിവാംഗിക്ക് നാഗകന്യകയാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ ശിവാംഗി അവസാനം ആത്മഹത്യ ചെയ്യാൻ പോകുമ്പം ശിവദേവനെ അനുഗ്രഹിച്ച് ശിവാംഗി ഒരു നാഗകന്യകയായിട്ട് മാറുകയാണ്. വീണ്ടും നമ്മുടെ ശിവാംഗി എന്ത് ചെയ്യാണ്, ഈ ഒരു റോക്കിക്ക് ഇപ്പൊ ആകെ വിഷമമാണ്. കാരണം ശിവാംഗി എല്ലാം ഈ ഒരു അവിടെ ഒരു ആക്രമണം നടന്നു, എല്ലാവരും മരിച്ചു എന്നാണ് നമ്മുടെ റോക്കിയൊക്കെ കരുതിയിരുന്നത്. അതായത് ഈ ശിവന്യയുടെ അമ്മയെ കൊന്നല്ലോ, അപ്പൊ ആ ഒരു കൂട്ടത്തില് ശിവാംഗിയും കൊന്നു എന്നൊക്കെയാണ് നമ്മുടെ റോക്കി കരുതിയിരുന്നത്. അങ്ങനെ നമ്മുടെ യാമിനിയുടെ നിർബന്ധം മൂലം വീണ്ടും ഷിഗയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ റോക്കി. ഷിഗയ്ക്ക് റോക്കി ഇഷ്ടമായിരുന്നല്ലോ, പക്ഷെ ആ വിവാഹം എല്ലാം മുടക്കിക്കൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് നമ്മുടെ ശിവാംഗി കയറി വരുന്നത്. യാമിനി എന്ത് ചെയ്യുന്നു, ഈ ശിവാംഗിയെ പിടിച്ച് മണ്ഡപത്തിലെടുത്തിട്ട് റോക്കിയും ശിവാംഗിയായിട്ടുള്ള വിവാഹം നടക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അങ്ങോട്ട് പോകെ നമ്മുടെ ശിവാംഗിക്ക് എല്ലാ ശത്രുക്കളെയും മനസ്സിലാവുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ അമ്മയുടെ കണ്ണിൽ കണ്ടത് റോക്കിയല്ല, ആ വീട്ടിലുള്ള മറ്റൊരാളാണെന്ന് നമ്മുടെ ശിവാംഗി മനസ്സിലാക്കുന്നു. അങ്ങനെ ഓരോരോ കൊലയാളികളെ വീതം നമ്മുടെ ശിവാംഗി കൊല്ലുകയാണ്. കൊല്ലുന്നതിനിടയ്ക്ക് ശിവാംഗിക്ക് ഒരു സഹായമായിട്ട് രുദ്രൻ എന്ന് പറയുന്ന ഒരു ആൺനാഗം വരുന്നുണ്ട്, ഇച്ഛാധാരി നാഗം. അവനും നമ്മുടെ ശിവാംഗിയെ സഹായിക്കുന്നുണ്ട്. 8 കൊലയാളികളിൽ കുറേ പേര് ഇങ്ങനെ കൊന്നു വരുമ്പോഴേക്കും നമ്മുടെ അവന്തിക ഈ രുദ്രൻ എന്നാണ് നമ്മുടെ ശിവാംഗിയെ സഹായിക്കാൻ വന്ന ആൺനാഗത്തിന്റെ പേര്, രുദ്രനെ കൊല്ലുകയാണ്. അപ്പം തന്റെ കൂട്ടുകാരനെ കൊന്നതിന്റെ കലി തീർക്കാനായിട്ട് നമ്മുടെ അവന്തികയെ തന്നെ കൊന്നു കളയുകയാണ് നമ്മുടെ ശിവാംഗി. അങ്ങനെ അവന്തികയെ കൊല്ലുന്നതോടുകൂടി തേനീച്ചകളുടെ വംശം തന്നെ നശിക്കുകയാണ്. അപ്പോൾ ഏകദേശം 8 കൊലയാളികളിൽ 6 പേരെ കൊല്ലുമ്പോഴേക്കും നമ്മുടെ ഷിഗയും യാമിനി മനസ്സിലാക്കുന്നു, യഥാർത്ഥത്തിൽ ഈ നാഗകന്യക നമ്മൾ ഉപദ്രവിക്കുന്ന നമ്മുടെ കൂട്ടാളികളെ കൊല്ലുന്നവൾ മറ്റാരുമല്ല ശിവാംഗി തന്നെയാണ്. പണ്ട് ശിവനെ പ്രതികാരം ചെയ്യാമെന്നത് പോലെ ശിവാംഗിയാണ് ഇത്തവണ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഷിഗയും യാമിനി മനസ്സിലാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷിഗയെ കൊല്ലാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശിവാംഗി തക്ഷികയുണ്ട്. ഈ തക്ഷികയുടെ തല വെട്ടിയെടുത്ത് നേരെ കാണിച്ചു കഴിഞ്ഞാൽ പ്രതിമയായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഷിഗയെ പ്രതിമയാക്കി മാറ്റുകയാണ് ശിവാംഗി. യാമിനിയെ കൊല്ലുന്നു. പക്ഷേ ഇതേ സമയം നമ്മുടെ റോക്കിക്ക് അറിയില്ല ശിവാംഗിയുടെ സത്യങ്ങൾ. അങ്ങനെ റോക്കി ഇതേ സമയം തൻ്റെ വല്യമ്മയെ കൊല്ലുന്നത് കാണുകയാണ്. വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിക്ക് ജീവനാണ്. അങ്ങനെ നമ്മുടെ റോക്കി എന്ത് ചെയ്യാണ്, ശിവാംഗിയുടെ ശക്തികളെല്ലാം നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ശിവാംഗിയായിട്ട് ഒത്തുചേർന്ന് ശിവാംഗിയുടെ ശക്തി നശിപ്പിച്ച് ശിവാംഗി സാധാ മനുഷ്യനായിട്ട് മാറി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എല്ലാ 8 കൊലയാളികളെയും നമ്മൾ ശിവാംഗി കൊല്ലുന്നു. ശേഷം ശിവാംഗിയാണ് എല്ലാവരെയും കൊന്നതെന്ന് പറഞ്ഞിട്ട് ശിവാംഗിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ശിവാംഗി സബ് ജയിലിലേക്ക് പോകുന്നു. 45 ദിവസം കഴിയുമ്പോഴേക്കും ആ സബ് ജയിലിലാകെ തീ പിടിക്കുകയും അവിടെ നിന്ന് നമ്മുടെ ശിവാംഗി രക്ഷിക്കാനായിട്ട് തുടങ്ങണം. ആ ജയിലിലുള്ള ഓരോരുത്തരെ വീതം രക്ഷിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ശിവാംഗിക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ നാഗശക്തികളെല്ലാം തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ശിവാംഗി ആ ജയിലിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കുകയാണ്. അപ്പോൾ ഇതിനിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ യാമിനി വീണ്ടും തിരിച്ചു വരുന്നതും ഷിഗ വീണ്ടും തിരിച്ചു വരുന്നതും. ഇവർ രണ്ടുപേരും മരിച്ചിട്ടില്ലായിരുന്നു, വീണ്ടും ഇവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് വെച്ച് ഒരു രഹസ്യം കൂടി നമ്മുടെ ശിവാംഗി അറിയുകയാണ്. നമ്മുടെ റോക്കി യഥാർത്ഥത്തിൽ ഇച്ഛാധാരി നാഗമാണ്. റോക്കിയുടെ 27ാം ജന്മദിനത്തിൽ നിന്ന് നമ്മുടെ റോക്കി ഇച്ഛാധാരി നാഗമായിട്ട് മാറുകയാണ്. റോക്കിയുടെ മരിച്ചുപോയ അമ്മ യഥാർത്ഥത്തിൽ തക്ഷക വംശത്തിന്റെ നാഗറാണിയായിരുന്നു, രാജ്ഞിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ മകനായ റോക്കിയും ഇച്ഛാധാരി നാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശിവാംഗിയുടെ ശക്തിയൊന്നും റോക്കിയായിട്ട് ഒരുമിച്ചിട്ട് പോകാതിരുന്നത്. കാരണം നാഗിനി നാഗമായിട്ടാണല്ലോ ഒരുമിച്ചത്, അതുകൊണ്ടാണ് അവരുടെ ശക്തി പോകാതിരുന്നത്. അങ്ങനെ നമ്മുടെ റോക്കിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശിവാംഗി ശ്രമിക്കുന്നുണ്ട്. നാഗമാണിക്യം രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൊക്കെ ഒടുവിൽ നമ്മുടെ നാഗമാണിക്യം ശിവാംഗി രക്ഷിക്കുന്നു. റോക്കിയും ശിവാംഗിയും കൂടെ ഒരുമിച്ച് നിന്ന് അർദ്ധനാരീശ്വരനായി നിന്നുകൊണ്ട് നമ്മുടെ ഷിഗയെയും യാമിനിയൊക്കെ കൊല്ലുന്നു. അപ്പോൾ എല്ലാ പ്രതികാരവും പൂർത്തീകരിച്ചിട്ട് ഇനി റോക്കിയുടേത് മാത്രമാകാനായിട്ട് ശിവാംഗി ഇങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് റോക്കി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശിവാംഗിയുടെ അരികിലേക്ക് വരുന്നത്. എന്നിട്ട് റോക്കിയുടെ കയ്യിലിരിക്കുന്ന തൃശൂലം വെച്ച് ശിവാംഗിയുടെ വയറ്റിൽ കുത്തി കയറ്റിയിട്ട് നീ മരിക്കേണ്ടവളാണ് എന്ന് പറയുന്നു. അങ്ങനെ ശിവാംഗി അവിടെ ഇങ്ങനെ മരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശിവാംഗിയുടെ മരണപ്പെട്ടു പോയ അച്ഛൻ 22 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയെന്ന് ശിവാംഗി കരുതുന്ന അച്ഛൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, നിന്നെ കൊന്നത് നന്നായി, ശിവാംഗിയെ നന്നായി കൊന്നു കളഞ്ഞത്, അവളെ പ്രണയത്തിന് മാത്രമേ കൊല്ലാൻ സാധിക്കുള്ളൂ, നന്നായി, അതുകൊണ്ട് നാഗകന്യക അവസാനിച്ചു എന്ന് നമ്മുടെ ഋത്തിക്ക് പറയുകയാണ്.
അപ്പോൾ ഇതോടുകൂടിയാണ് നാഗകനിക 2 അവസാനിച്ചത്. പക്ഷേ എന്തിനാണ് ശിവാംഗിയെ കൊന്നതെന്നോ, എന്തിനു വേണ്ടിയാണ് ഇത്രയും സ്നേഹമായിട്ടിരുന്ന റോക്കി എന്തിനാണ് ശിവാംഗിയെ കൊന്നതെന്നോ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും അറിയാൻ പറ്റിയില്ല. അപ്പം നിരവധി ടെസ്റ്റുകൾ ബാക്കിയാക്കിയാണ് നമ്മുടെ നാഗകനിക 2 യഥാർത്ഥത്തിൽ അവസാനിച്ചത്. അപ്പോൾ നാഗകനിക 2വിൻ്റെ കഥ മുഴുവൻ ഇത്രയാണ്. ടോട്ടൽ 76 എപ്പിസോഡുകളാണ്, 1 മണിക്കൂർ നീളമുള്ള 76 എപ്പിസോഡുകളാണ് നാഗിൻ 2വിന് ഉള്ളത്. നിങ്ങൾക്ക് തമിഴ് എപ്പിസോഡുകളും ഹിന്ദി എപ്പിസോഡുകളും മറാത്തി ഒക്കെ ലഭിക്കും. പക്ഷെ മലയാളം കിട്ടില്ല. വൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി സെപ്പറേറ്റ് ആയിട്ട് ഓരോ എപ്പിസോഡ്സ് എടുത്ത് കാണാം. ഇല്ല ഇതുപോലെ ഷോർട്ടായിട്ട് കേട്ടാൽ മതിയെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലെ നാഗകനിക 1ന്റെ ഓർമ്മ ദിവസവും 3യുടെ ഓർമ്മ ദിവസവും ഒക്കെ ഞാൻ മുഴുവൻ കഥയായിട്ട് അതാത് സീസണിന്റെ മുഴുവൻ കഥയായിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.